ഇന്നലെ പി ജെ കുര്യൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേദിയിലിരുത്തി യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചത് SFIയെ മാതൃകയാക്കണം എന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് ഒക്കെ സ്വന്തം നേതാക്കളെ പോലും അവരുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സാന്നിധ്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഗതികളിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി പി ജെ കുര്യനെ ന്യായീകരിക്കുന്ന രമേശ് ചെന്നിത്തലയെ കാണാൻ കഴിയുന്നു. പാർട്ടി യോഗത്തിലാണ് കുര്യൻ അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായം സതുദ്ദേശപരമെന്നും യൂത്ത് കോൺഗ്രസ് തിരുത്താൻ തയ്യാറാകണമെന്നുമാണ് ചെന്നിത്തല പറയുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസിനെ ന്യായീകരിച്ച് ഷാനിമോൾ ഉസ്മാൻ രംഗത്ത് വന്നിരിക്കുന്നു. പി ജെ കുര്യന്റെ ക്ഷുഭിത യൗവനത്തെ തള്ളി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ക്ഷുഭിത യൗവനത്തെയല്ല, ആവശ്യം വിവേകമുള്ള യൗവനത്തെയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായ വിജയ് ഇന്ദുചൂടൻ ഇപ്പോൾ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അതാണല്ലോ, അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ അങ്ങനെ കാണണ്ട. ഒരു സ്നേഹത്തോടു കൂടിയ ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി. ആ ഉപദേശം നമ്മളെല്ലാവരും സ്വീകരിച്ച് തെറ്റുണ്ടെ തിരുത്തണം. അത് ഒരു സീനിയർ ലീഡറല്ലേ, അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. പാർട്ടി യോഗത്തിലല്ലേ അദ്ദേഹം പറഞ്ഞത്, വെളിയിലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് സ്വീകരിച്ച് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അല്ല, ഇല്ലാത്ത മണ്ഡലങ്ങളുണ്ടെങ്കിൽ അത് കൂട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് എന്താ തെറ്റ്? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും അതാണ് അവസ്ഥ. അതുപോലെ അദ്ദേഹം ശ്രദ്ധിച്ചു. അത് സ്വയം വിമർശനമായിട്ട് കണ്ടാൽ മതി. ഈ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ് പഴയ കേസുകൾ ഓർമ്മിപ്പിക്കുന്നത്. അത് മോശമല്ല. രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ നിലപാടിനെ തള്ളുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. അദ്ദേഹം പറയുന്നത് പി ജെ കുര്യൻ പറഞ്ഞതിൽ സതുദ്ദേശപരമായി എടുക്കണം, തെറ്റുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് തിരുത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. നമുക്കത് വളരെ വ്യക്തമാണ്. പി ജെ കുര്യൻ പാർട്ടി ഫോറത്തിലാണ് അഭിപ്രായം പറഞ്ഞത്. ആ വാക്കുകളെ സതുദ്ദേശപരമായി എടുത്തുകൊണ്ട് തെറ്റുകൾ തിരുത്തണം എന്ന ഉപദേശമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നൽകിയിരിക്കുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് പൊതുവെ കോൺഗ്രസിനുള്ളിലെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും വിരുദ്ധ അഭിപ്രായമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, അങ്ങനെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നായൻ പറഞ്ഞത് പി ജെ കുര്യനെയും സാർ എന്ന് വിളിക്കില്ലെന്ന്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെയാണ് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പഴയ പീഡന കേസൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വിമർശിച്ചത്. ഇന്നിപ്പോൾ അത്രയും അധികം വിമർശനം പി ജെ കുര്യനെതിരെ ഉയരുമ്പോൾ വിമർശനം എന്നല്ല, സൈബർ ആക്രമണം തന്നെയാണ് പി ജെ കുര്യനെതിരെ ഉണ്ടായിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇന്ന് പൂർണ്ണമായും പി ജെ കുര്യനെ ന്യായീകരിക്കുകയാണ്. ചെന്നിത്തല പറയുന്നത് ഇത് പാർട്ടി യോഗത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, സതുദ്ദേശപരമായ വിമർശനമാണ് പി ജെ കുര്യൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പി ജെ കുര്യനെ വിമർശിക്കേണ്ട നിലപാടാണ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. ചെന്നിത്തല അങ്ങനെ സ്വീകരിക്കുമ്പോൾ തന്നെയാണ് AICC അംഗം കൂടിയായിരിക്കുന്ന ഷാനിമോൾ ഉസ്മാന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വരുന്നത്. യൂത്ത് കോൺഗ്രസിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ ഇക്കാര്യത്തിൽ രംഗത്തെത്തുന്നത്. അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ പി ജെ കുര്യന്റെ വിമർശനത്തെ ചൊല്ലി വ്യത്യസ്ത അഭിപ്രായമാണ് ഉടലെടുക്കുന്നത്. അതിൽ പ്രധാനമായ ഒരു കാര്യമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഘടകമൊക്കെ തന്നെ VD സതീഷിനോടും KC വേണുഗോപാലിനോടും ഷാഫി പറമ്പിലോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ചെന്നിത്തല എന്നാൽ മറുവിഭാഗത്തിലാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു മാനം കൂടി ഇതിനെ കൈവരിക്കുകയാണ്. ഷാഫി പറമ്പിലോടും അതുപോലെ മറ്റ് നേതാക്കന്മാരോടും VD സതീഷിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പി ജെ കുര്യൻ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തെ സതുദ്ദേശപരമായി എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിത്തല അതിന് ഒരു അംഗീകാരം കൊടുക്കുന്നു. അതായത് ഐ ഗ്രൂപ്പ് ഇപ്പോഴും VD സതീഷിനോട് അകന്നു നിൽക്കുകയാണ്. പഴയ ഐ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനമൊക്കെ സജീവമാക്കാൻ കൂടി ചെന്നിത്തല ലക്ഷ്യമിടുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ ഔദ്യോഗികമോ അല്ലെങ്കിൽ VD സതീഷിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകൾക്കെതിരെ പി ജെ കുര്യൻ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് ചെന്നിത്തല എത്തുന്നതിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പി ജെ കുര്യൻ്റെ വിമർശനത്തിനെ സ്വാഗതം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ പറയുമ്പോഴും ക്ഷുഭിത യൗവനമെന്ന പരാമർശത്തെ പൂർണ്ണമായി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ തള്ളിക്കളയുവാണ്. അതായത് പി ജെ കുര്യനാണ് SFIയുടെ ക്ഷുഭിത യൗവനത്തെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് SFIയെ കാണുന്നില്ലെന്ന് ചോദിക്കുന്നത്. അതിനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ പൂർണ്ണമായി തള്ളിക്കളയുന്നു. മറ്റൊരു കാര്യം കൂടി, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ
വിശദീകരണം ചോദിക്കുമെന്ന് പറഞ്ഞ് പി ജെ കുര്യനെതിരെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ മാത്രം ഇതിൻ്റെ കൂടെ എടുത്തു വായിക്കേണ്ട കാരണം സൈബർ ആക്രമണത്തെപ്പറ്റി ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോഴും തനിക്കെതിരെയും കൂട്ടത്തോടെ സമാനമായ രീതിയിൽ അക്രമം ഉണ്ടാകുന്നുള്ള കാര്യവും ചെന്നിത്തല സൂചിപ്പിക്കുന്നു. അത്തരത്തിൽ കണ്ടാൽ മതി എന്നാണ് പി ജെ കുര്യനെതിരായ സൈബർ അക്രമത്തെ ചെന്നിത്തല പറഞ്ഞത്. ചുരുക്കത്തിൽ മനു, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിലേക്ക് ആണ് പി ജെ കുര്യൻ്റെ പ്രസ്താവന ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ പൂർണ്ണമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയായി എത്തുമ്പോൾ അതിനെ പൂർണ്ണമായി തള്ളുമ്പോൾ ചെന്നിത്തല പി ജെ കുര്യനെ ന്യായീകരിക്കുകയാണ് എന്നതാണ് ഇനി തുടർന്നുള്ള പ്രതികരണം അറിയേണ്ടത് പി ജെ കുര്യൻ്റെ തന്നെയാണ് മനു. ശരി, നമുക്ക് കാത്തിരിക്കാം സുജു. ഏതായാലും ഇനിയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് കാത്തിരിക്കാം. ഏതായാലും രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. പി ജെ കുര്യനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തവും പ്രധാനപ്പെട്ടതും.